സംസ്കൃതിയുടെ UGC നെറ്റ് ഇംഗ്ലീഷ് ലൈവ് PYQ ഡിസ്കഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത് അഗസ്റ്റൻ പീരീഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Pope at the toilet, flatterer at the board, now trips a lady, and now struts a lord. The lines are quoted from The Season, Epistle to Dr. Arbuthnot, The Rape of the Lock, The Renegade. ഓപ്ഷൻ സി സി അല്ല, ഓപ്ഷൻ ബി ആണ്. എപ്പിസോഡ് ടു ഡോക്ടർ അർബുത്നോട്ട് എന്ന് പറയുന്ന വർക്കിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലൈന് കോട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വർക്ക് ഫെമിലിയർ ആയിരിക്കും. ഇത് പോപ്പിന്റെ വർക്ക് 1734 പബ്ലിഷ് ചെയ്ത, ഇത് ഒരു സെക്ടർ ആണ്. ആക്ച്വലി സെക്ടർ ഇൻ പോയറ്റിക് ഫോം ആണ്. 1734 ഈ വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. Which of the Lawrence Sterne's novel was incomplete at the time of his death? A Sentimental Journey, Tristram Shandy, Pamela, Tom Jones. A Sentimental Journey ആണ് ലോറൻസ് സ്റ്റേണിന്റെ കംപ്ലീറ്റ് ആവാത്ത വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഇസ് ദ സബ് ടൈറ്റിൽ ഓഫ് ജോൺ ഗേസ് വർക്ക് ട്രിവിയ? ദ ലൈഫ് ആൻഡ് സ്ട്രേഞ്ച് സർപ്രൈസിംഗ് അഡ്വഞ്ചേഴ്സ്, ബി എ നോവൽ വിത്തൗട്ട് എ ഹീറോ, ട്രാവൽസ് ഇൻ ടു സെവറൽ റിമോട്ട് നേഷൻസ് ഓഫ് ദ വേൾഡ്, ദ ആർട്ട് ഓഫ് വാക്കിംഗ് ദ സ്ട്രീറ്റ്സ് ഓഫ് ലണ്ടൻ. ഓപ്ഷൻ സി അല്ല, സി അല്ല, ട്രിവിയ ഓർ ദ ആർട്ട് ഓഫ് വാക്കിംഗ് ദ സ്ട്രീറ്റ്സ് ഓഫ് ലണ്ടൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് ടൈറ്റിൽ. ഇത് ആക്ച്വലി ഒരു പോയമാണ് ജോൺ ഗേ എഴുതിയിട്ടുള്ള. 1716 എന്ത് ചെയ്യുന്നത്, ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ജോൺ ഗേന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ് ട്രിവിയ. പിന്നെ അത് ബെഗേഴ്സ് ഒപ്പറ 1728 പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്ക് അതാണ്. ഓക്കെ, അപ്പം ട്രിവിയ ഇതിന്റെ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, which of the following poem invokes the classical idea of memento mori? Elegy written in a country churchyard, Paradise Lost, The Hint and the Panther, The Rape of the Lock. A ആണ് ആൻസർ. എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് ആണ്. തോമസ് ഗ്രേന്റെ പോയമായിട്ടുള്ള എലജി 1751 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മൊമെന്റോ മോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലാറ്റിൻ ഫ്രേസ് ആണ്. മീനിങ്, ഇതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് റിമെമ്പർ യു മസ്റ്റ് ഡൈ. അതാണ് ലാറ്റിൻ ഫ്രേസ് ആയിട്ടുള്ള മൊമെന്റോ മോറിയുടെ മീനിങ് എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ക്ലാസിക്കൽ ഐഡിയ ഇൻവോക്ക് ചെയ്യുന്നത് തോമസ് ഗ്രേന്റെ പോയമായിട്ടുള്ള എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡിലാണ്. ഓക്കെ, who referred to the 18th century as our excellent and indispensable 18th century? Muriel Spark, Matthew Arnold, John Dryden, Henry Fielding. അല്ല, മാത്യു അർണോൾഡ് ആണ് എന്ത് ചെയ്തത് 18th സെഞ്ചുറിനെ ഇത്തരത്തിൽ റെഫർ ചെയ്തിട്ടുള്ളത്. Swift's modest proposal is written in the form of a social satire, pun, mask, farce. സ്വിഫ്റ്റിന്റെ മോഡസ്റ്റ് പ്രപ്പോസൽ എഴുതിയിട്ടുള്ളത് ഒരു സോഷ്യൽ സറ്റയറിന്റെ രീതിയിലാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. നമുക്കറിയാം സ്വിഫ്റ്റിന്റെ മോഡസ്റ്റ് പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ 1729 എഴുതിയിട്ടുള്ള വർക്കാണ്. ഇത് ഒരു സോഷ്യൽ സറ്റയറിന്റെ രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹു പാരഡിഡ് പമേല ഓഫ് റിച്ചാർഡ്സൺ? ലോറൻസ് സ്റ്റേൺ, ഹെൻറി ഫീൽഡിംഗ്, ഡാനിയൽ ഡെഫോ, ജൊനാഥൻ സ്വിഫ്റ്റ്. ലോറൻസ് സ്റ്റേൺ. ഹെൻറി ഫീൽഡിംഗ്. യെസ്, ഹെൻറി ഫീൽഡിംഗ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, പമേല എന്ന വർക്കിന് പാരഡി ചെയ്തിട്ടുള്ളത്. 1741 എന്ത് ചെയ്യുന്നത്, ഹെൻറി ഫീൽഡിംഗ് ഒരു പാരഡി ഷമേല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, which is the early work of John Gay dedicated to Pope? Fables, Rural Sports, The Shepherd's Week, Trivia. ഓപ്ഷൻ സി. യെസ്, അല്ല, സി അല്ല, ബി ആണ്. റൂറൽ സ്പോർട്സ് ആണ് ആൻസർ. ഇതാണ് ജോൺ ഗേന്റെ വർക്കിന് പോപ്പിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. റൂറൽ സ്പോർട്സ് എന്നുള്ള വർക്കാണ്. ഓക്കെ, ഹു റോട്ട് ഓഡ് ടു ഈവനിങ്? ലോർഡ് ബൈറൺ, ജോൺ ക്ലെയർ, പി ബി ഷെല്ലി, വില്യം കോളിൻസ്. പി ബി ഷെല്ലി. അല്ല, ഷെല്ലിന്റെ അല്ല, വില്യം കോളിൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഓഡ് ടു ഈവനിങ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് എഴുതിയിട്ടുള്ളത്. If off of autumn soap or pastoral song may hope chaste eve to soothe thy modest ear എന്നും പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓട്ട് ടു ഈവനിങ്ങിന്റെ ഓപ്പണിംഗ് ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇഫ് ഔട്ട് ഓഫ് autumn soap or pastoral song may hope chaste eve to soothe thy modest ear എന്നാണ് തുടങ്ങുന്നത്. ഓപ്പണിംഗ് ലൈൻ ഇങ്ങനെയാണ്. ഓക്കെ, which paper had the motto to enliven morality with wit and to temper wit with morality? Examiner, Tatler, Bentley's Miscellany, The Spectator. യെസ്, ഡി, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സ്പെക്ടേറ്റർ ആണ്.
ഈ ഒരു സമയത്തുള്ള പേപ്പർ ജേർണൽസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം സ്പെക്ടേറ്റർ ഒരു ഇംഗ്ലീഷ് പീരിയോഡിക്കലാണ് ജോസഫ് എഡിസണും റിച്ചാർഡ് സ്റ്റീലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വർക്ക്. 1711 to 1712 വരെയാണ് സ്പെക്ടേറ്ററിന്റെ ഒരു ടൈം എന്ന് പറയുന്നത്. പിന്നെ എക്സാമിനർ നമുക്കറിയാം ബ്രദേഴ്സ് ആയിട്ടുള്ള ലീഗ് ഹണ്ടും ജോൺ ഹണ്ടും കൂടിയാണ് എന്ത് ചെയ്യുന്നത് എക്സാമിനർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടൈറ്റ്ലർ റിച്ചാർഡ് സ്റ്റീലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബെൻലീസ് മിസെല്ലനിയും റൈറ്റർ ആയിട്ടുള്ള റിച്ചാർഡ് ബെൻലി ആണ് എന്ത് ചെയ്യുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ടു എൻലിവൻ മൊറാലിറ്റി വിത്ത് വിറ്റ് ആൻഡ് ടു ടെമ്പർ വിറ്റ് വിത്ത് മൊറാലിറ്റി എന്ന് പറയുന്നത് സ്പെക്ടേറ്ററിൽ ഉണ്ടായിരുന്ന മോട്ടോ ആണ്. The main idea of Pope's Tangent was taken from Paradise Lost, MacFlecknoe, The Rape of the Lock, The Beggar's Opera. MacFlecknoe ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഐഡിയ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, MacFlecknoe നമുക്കറിയാം ഡ്രൈഡന്റെ വർക്കാണ്. 1678 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡ്രൈഡന്റെ വർക്കാണ്. നമ്മൾ കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, I heartily hate and detest that animal called man. Although I heartily love John, Peter, Thomas, and so forth. This is a quote by Jonathan Swift from a letter to Thomas Eliot, Jonathan Swift, Joseph Edison, Alexander Pope. Alexander Pope. യെസ്, പോപ്പാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ പോപ്പിനുള്ള ഒരു ലെറ്ററിലാണ് എന്ത് ചെയ്യുന്നത് ജൊനാഥൻ സ്വിഫ്റ്റ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത് ഐ ഹാർട്ട്ലി ഹേറ്റ് ആൻഡ് ഡിറ്റസ്റ്റ് ദാറ്റ് ആനിമൽ കോൾഡ് മാൻ എന്നുള്ളൊരു കോട്ട് വരുന്നത് ജൊനാഥൻ സ്വിഫ്റ്റിന്റെ കോട്ടാണ്. In which of the voyages Gulliver discovers mountains like beans? Option D. ഡി അല്ല, എ ആണ് ആൻസർ. നമുക്കറിയാം ഗലിവറിന്റെ ട്രാവൽസിനെ പറ്റിയാണ് അല്ലെ. 1726 എന്ത് ചെയ്യുന്നത് ഇത് സ്വിഫ്റ്റ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. 4 പാർട്സ് ആയിട്ടാണ്. വോയേജ് ടു ലില്ലിപുട്ട് വരുന്നുണ്ട്, പിന്നീടാണ് എന്ത് ചെയ്യുന്നത് വോയേജ് ടു ബ്രോബ്ഡിംഗാങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, പിന്നെ ലക്കുട്ട, ജപ്പാൻ, ബാലിബാർബി, ലുക്നാഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് 3rd പാർട്ട് വരുന്നത്. 4th പാർട്ടാണ് എന്ത് ചെയ്യുന്നത് ലാൻഡ് ഓഫ് ഹൗണിങ്സ് എന്ന് പറയുന്നത് വരുന്നത്. Who called the 18th century as the age of prose and reason? John Gay, Matthew Arnold, John Dryden, Samuel Johnson. Matthew Arnold. അർണോൾഡ് ആണ് എന്ത് ചെയ്യുന്നത് 18th സെഞ്ചുറിനെ ഏജ് ഓഫ് പ്രോസ് ആൻഡ് റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, Who said to Swift, cousin Swift, you shall never be a poet? John Dryden, Defoe, Daniel Defoe. Jonathan Swift, Alexander Pope, John Dryden, Daniel Defoe. ജോൺ ഡ്രൈഡൻ ആണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത് കസിൻ സ്വിഫ്റ്റ് യു ഷാൽ നെവർ ബി എ പോയറ്റ്. ഓക്കെ, വാട്ട് ഇസ് ലോർഡ് റോബർട്ട് പിറ്റർ റെഫേർഡ് ടു ആസ് ഇൻ ദ റേപ്പ് ഓഫ് ദ ലോക്ക്? The Baron, the Prioress, Hero, Enemy. The Rape of the Lock. എ ആണ് ആൻസർ. ദ ബാരൻ ആണ് ആൻസർ. ദ റേപ്പ് ഓഫ് ദ ലോക്ക് നമുക്കറിയാം 1712 എന്ത് ചെയ്യുന്നത് റേപ്പ് ഓഫ് ദ ലോക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഒരു മോക്ക് ഹീറോയ്ക്ക് എപ്പിക്കാണ് അല്ലെ. ബെലിൻഡയാണ് എന്ത് ചെയ്യുന്നത് ഇതിലെ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ലോർഡ് റോബർട്ട് പീറ്ററിനെ റെഫർ ചെയ്യുന്നത് അത് ബാരൻ ആയിട്ടാണ്. ഓക്കെ, ലിഡിയ ലാംഗ്വിഷ് ഇസ് ദ ഹീറോയിൻ ഓഫ് റിച്ചാർഡ് ഷെറിഡൻസ് കോമിക് പ്ലേ ദ റൈവൽസ്, The Duenna, The School for Scandal, Sheridan's Comedies. The school. എന്താ ഡ്രൈഡൻ റൈവൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, റൈവൽസ് ആണ് ആൻസർ. ഓക്കെ, റൈവൽസ്. Whom does Alexander Pope satirize in the portrait of Sporus? Chaucer, Lord Harvey, Shakespeare, Earl of Shaftesbury. ലോർഡ് ഹാർവേ ആണ് ആൻസർ. പോപ്പ് സാറ്ററൈസ് ചെയ്യുന്നത് ലോർഡ് ഹാർവേനെയാണ്. ഓക്കെ, The shortest way with the dissenters or proposals for the establishment of the church is a pamphlet written by Joseph Edison, Henry Fielding, Daniel Defoe, Tobias Smollett. CS Amalraj പറഞ്ഞു. ഓക്കെ, ഡാനിയൽ ഡെഫോ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു പാംഫ്ലെറ്റ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, Identify the work below that does not belong to the literature of the 18th century. Advancement of Learning, Gulliver's Travels, The Spectator, Epistle. 18th സെഞ്ചുറിയിൽ ബിലോങ് ചെയ്യാത്തത് Gulliver's Travels. അല്ല, ഗളിവേഴ്സ് ട്രാവൽ 18th സെഞ്ചുറി വർക്കാണ്. അഡ്വാൻസ്മെന്റ് ഓഫ് ലേണിംഗ് ആണ് എന്ത് ചെയ്യുന്നത് 18th സെഞ്ചുറിയിൽ ബിലോങ് ചെയ്യാത്തത്. ഇത് 17th സെഞ്ചുറി ബേക്കന്റെ വർക്കാണ്. ബേക്കൺ 18th സെഞ്ചുറിയിൽ ബിലോങ് ചെയ്യുന്ന റൈറ്റർ അല്ലല്ലോ. നമുക്കറിയാം അഡ്വാൻസ്മെന്റ് ഓഫ് ലേണിംഗ് ബേക്കന്റെ വർക്കാണ്. 1605 എന്ത് ചെയ്യുന്നത് ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഗളിവേഴ്സ് ട്രാവൽസ് നമുക്കറിയാം 1726 പബ്ലിഷ് സ്വിഫ്റ്റിന്റെ വർക്കാണ്. ദ സ്പെക്ടേറ്ററും 18th സെഞ്ചുറി ജേർണലാണ്. എപ്പിസലും എന്താണ് പോപ്പിന്റെ വർക്കാണ്. ഓക്കെ, അഡ്വാൻസ്മെന്റ് ഓഫ് ലേണിംഗ് ആണ് എന്ത് ചെയ്യുന്നത് 18th സെഞ്ചുറി ലിറ്ററേച്ചറിൽ ബിലോങ് ചെയ്യാത്തത്. വിച്ച് ഇസ് ദ പ്ലേ റിട്ടൺ ബൈ ജോൺസൺ ടു പേ ഫോർ ദ ചാർജസ് ഓഫ് ഹിസ് മദേഴ്സ് ഫ്യൂണറൽ?
ഐറിൻ, ലൈവ്സ് ഓഫ് ദ പോയറ്റ്സ്, പമേല, റിസില്ല. റിസില്ലാസ് എന്ന് പറഞ്ഞ വർക്കാണ് എന്ത് ചെയ്യുന്നത്, ജോൺസൺ ഇത്തരത്തിൽ മദറിന്റെ ഫ്യൂണറലിന് വേണ്ടി പേ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എമൗണ്ടിനും പൈസയ്ക്ക് വേണ്ടി അങ്ങനെ എഴുതുന്ന ഒരു വർക്കാണ് എന്തെന്ന് പറയുന്നത്, റെസില്ലാസ് എന്ന് പറയുന്നത്. 1759 ആ ഒരു സമയത്താണ് ഇത് എഴുതുന്നത്. ഇതിന്റെ ഒറിജിനലി ഇതിന്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് പ്രിൻസ് ഓഫ് അബിസീനിയ ടെയിൽ എന്നാണ് റെസില്ലാസിന്റെ ഒറിജിനൽ ടൈറ്റിൽ എന്ന് പറയുന്നത്. And I read the following statement and the reason given for it. Choose the right response. Gulliver's Travels earned Jonathan Swift the bad name of being a misanthrope. Reason: Swift in the novel was neutral to the image of man. എയും ആറും ശരിയാണോ? A is true, R is false. A is false, R is true. ഏതാണ് ഓപ്ഷൻ വായിച്ചു നോക്കിയിട്ട് ഉത്തരം പറഞ്ഞത്? അല്ല, സി അല്ല ആൻസർ, ഡി ആണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഗിലേഴ്സ് ട്രാവൽ എന്ത് ചെയ്തിട്ടുണ്ട്, ജൊനാഥൻ സ്വിഫ്റ്റ് ഒരു മിസാൻത്രോപ്പ് ആണ് എന്നൊരു ബാഡ് നെയിം വന്നിട്ടുണ്ട് എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാ. സ്വിഫ്റ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ന്യൂട്രൽ പെർസ്പെക്റ്റീവ് ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ എന്തല്ല മേലെ കൊടുത്തിട്ടുള്ള അസേർഷനുള്ള ഒരു കറക്റ്റ് റീസൺ അല്ല എന്തെന്ന് പറയുന്നത് കൊടുത്തിട്ടുള്ളത്. So both A and R are true, but R is not the correct explanation for A. Okay. Which of the novel by Voltaire is subtitled as The Optimist? Candide, Sophocles, Irene, Clarissa. Option A. Candide, yes. Candide എന്ന് പറഞ്ഞ വർക്കിൽ 1759 നോവലിനാണ് എന്ത് ചെയ്യുന്നത്, Candide the Optimist എന്നാണ് അതിന്റെ കംപ്ലീറ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത്. Pope's The Rape of the Lock was published in 1712 in എത്ര ക്യാൻറ്റോസിലായിട്ടാണ് റേപ്പ് ഓഫ് ദ ലോക്ക് 1712 പബ്ലിഷ് ചെയ്തത്? കാരണം ഒറിജിനലി 5 ക്യാൻറ്റോസ് ഉണ്ട് റേപ്പ് ഓഫ് ദ ലോക്കിന്, പക്ഷെ 1712 പബ്ലിഷ് ചെയ്യുമ്പോൾ എത്ര ക്യാൻറ്റോസ് ആണ് ഉണ്ടായിട്ടുള്ളത്? 3, 5, 4 or 2? 5. അല്ല, 5 അല്ല, 2 ക്യാൻറ്റോസ് ആണ് എന്ത് ചെയ്തത് 1712 പബ്ലിഷ് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. The term public sphere is associated with Daniel Defoe, John Stagg, Thomas Percy, Habermas. പബ്ലിക് സ്പിയർ എന്ന് പറഞ്ഞ ടേം ഏത് തിയറിസ്റ്റുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഡെഫോ അല്ല, ഹേബർമാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പബ്ലിക് സ്പിയർ എന്ന് പറഞ്ഞിട്ടുള്ള ടേം. ഓക്കെ. ഇറ്റ്സ് ദ നോവൽ ബൈ വോൾട്ടയർ അബൌട്ട് ഫിലോസഫർ കിങ് ഓഫ് ബാബിലോണിയ. സേഡിക്, ഐറിൻ, ബ്രൂട്ടസ്, നൺ ഓഫ് ദ എബവ്. സാഡിക്, ഇതാണ് സാഡിക് എന്ന് പറഞ്ഞിട്ടുള്ള നോവലാണ് എന്ത് ചെയ്യുന്നത്, ഫിലോസഫർ കിങ്, ബാബിലോണിയുള്ള ഫിലോസഫർ കിങ്ങിനെ പറ്റി ബേസ് ചെയ്തിട്ട് വോൾട്ടയർ എഴുതിയിട്ടുള്ളത്. ഹു ഗേവ് ദ ലെക്ചർ ദ 4 Georges? റോബർട്ട് സൗത്തെ, ചാൾസ് ലാം, ടി.എസ്. എലിയറ്റ്, വില്യം മാക്ടീസ് താക്കറെ. Option D. ഓപ്ഷൻ ഡി, യെസ്. വില്യം മാക്ടീസ് താക്കറെ ആണ് എന്ത് ചെയ്യുന്നത് 4 Georges എന്നുള്ള ലെക്ചർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. Who defined a novel as a comic epic prose? Henry Fielding, Leigh Hunt, Jane Austen, Walter Landor. Henry Fielding. Yes, Henry Fielding ആണ് ഇത്തരത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. Okay. In The Rape of the Lock, Belinda's lapdog is named Muck, Pluck, Shock, Muriel. Yes, Shock എന്നാണ് എന്ത് ചെയ്യുന്നത് ബെലിൻഡയുടെ ലാപ്ഡോഗിന്റെ നെയിം. Okay. Who is described by Pope as willing to wound but afraid to strike? Joseph Edison, Walter Scott, Shakespeare, Horace Walpole. He is willing to wound but is afraid to strike. എന്ന് ആരെയാണ് പോപ്പ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? യെസ്, ജോസഫ് എഡിസണെയാണ് ഇത്തരത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. In Tom Jones, from whom does Alworthy receive a letter that clears Tom from blame? Squire, Sophia, Master Bilfield, Muriel. യെസ്, എ ആണ് കറക്റ്റ് ആൻസർ. സ്ക്വയറും കറക്റ്റ്. ടോം ജോൺസ് ഹെൻറി ഫീൽഡിങ്ങിന്റെ വർക്കാണ് 1749 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. Which is a novel written by Rousseau about forbidden love? The Social Contract, Julie or the New Heloise, Emily, Confessions. The Social Contract. അല്ല, ജൂലി ഓർ ദ ന്യൂ ഹെലോയിസ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കാണ് എന്ത് ചെയ്യുന്നത് ഫോർബിഡൻ ലവിനെ പറ്റി എഴുതിയിട്ടുള്ളത് റൂസോ. The period of Queen Victoria's reign is, yes, option B ആണ് ആൻസർ. 37 to 1900 വരെയാണ് എന്ത് ചെയ്യുന്നത് വിക്ടോറിയന്റെ ഒരു റെയിൻ പീരീഡ് എന്ന് അറിയപ്പെടുന്നു. Okay. Which of the following poets believed that poetry is poetic diction? Victorians, Elizabethans, Cavaliers, Augustines. Yes, Augustines. Okay. Which is the non-fiction work that begins with the famous statement, "Man is born free, but everywhere he is in chains"? Confessions, Emily. The Social Contract.
യെസ്, ദ സോഷ്യൽ കോൺട്രാക്റ്റിലാണ് എന്ത് ചെയ്യുന്നത് റൂസോ. സോഷ്യൽ കോൺട്രാക്ട് പബ്ലിഷ് ചെയ്ത വർഷം ഏതാന്ന് പറയാൻ പറ്റുമോ? 1762 എന്ത് ചെയ്യുന്നത് റൂസോ ദ സോഷ്യൽ കോൺട്രാക്ട് പബ്ലിഷ് ചെയ്യുന്നത്. മാൻ ഇസ് ബോൺ ഫ്രീ ബട്ട് എവ്രിവെയർ ഹീസ് ഇൻ ചെയിൻസ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വർക്ക് ബിഗിൻ ചെയ്യുന്നത്. ഇൻ ദ റേപ്പ് ഓഫ് ദ ലോക്ക് പോപ്പ് റിപ്പീറ്റഡ്ലി കമ്പയർസ് ബെലിൻഡ ടു ദ മൂൺ, ദ സൺ, ദ സ്റ്റാർസ് ആർ ദ മാസ്. സൺ ആണ് ആൻസർ. ബെലിൻഡൻ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് എന്താണ്? സണ്ണുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് കമ്പാരിസൺ വരുന്നത്. ഓക്കെ. About writing, which book did Jonathan Swift say, "What a genius I had when I wrote this book"? A Tale of Teb, A Modest Proposal, Gulliver's Travels, The Battle of Books. Yes, okay. Tale of Tebലാണ് എന്ത് ചെയ്യുന്നത്? Tale of Teb എഴുതിയതിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് ജൊനാഥൻ സ്വിഫ്റ്റ് ഇത്തരത്തിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. കാരണം Tale of Teb പബ്ലിഷ് ചെയ്ത വർഷം 1704 ആണ്. ഓക്കെ. അപ്പൊ What a genius I had when I wrote this book എന്ന് പറയുന്നത് Tale of Tebനെ പറ്റിയാണ്. The Beggar's Opera is written by Jonathan Swift, John Gay, Leigh Hunt, John Stax. പറഞ്ഞിട്ടില്ലേ? ജോൺ ഗേ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് The Beggar's Opera എഴുതിയിട്ടുള്ളത്. 1728 വർക്കാണ് അതൊക്കെ. The predominant tone and thrust of Jonathan Swift, a modest proposal are irony, fun, horror, revenge. Yes, irony ആണ് ഇവിടെ predominant ആയിട്ടുള്ള തീം എന്ന് പറയുന്നത്. It is the first major work published by Alexander Pope in 1709. മേജർ വർക്ക് 1709 പബ്ലിഷ് ചെയ്തിട്ടുള്ള പോപ്പിന്റെ വർക്ക്. പാസ്റ്ററൽസ് ആണ് എന്ത് ചെയ്യുന്നത് 1709 പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. ഡെൻസിയാർഡ് പബ്ലിഷ് ചെയ്യുന്നത് 1728 പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ. സൺ പ്ലൂം ഇസ് എ ക്യാരക്ടർ ഇൻ എസ്സേ ഓൺ മാൻ, ദ ഡെൻസിയാർഡ്, പാസ്റ്ററൽസ്, ദ റേപ്പ് ഓഫ് ദ ലോക്ക്. ദ റേപ്പ് ഓഫ് ദ ലോക്കിലെ ക്യാരക്ടറാണ്. വാട്ട് ഇസ് ദ മെട്രിക്കൽ ഫോം പ്രൊപ്പൗണ്ടഡ് ബൈ പോപ്പ്? റൈം റോയൽ, ബ്ലാങ്ക് വേഴ്സ്, പെന്റാമീറ്റർ, ഹീറോയിക് കപ്ലെറ്റ്. അല്ല, റൈം റോയൽ അല്ല, ഹീറോയിക് കപ്ലെറ്റ് ആണ് പോപ്പ് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ദ ലാസ്റ്റ് ഓഫ് ഗളിവേഴ്സ് ട്രാവൽ ഇസ് ടു പാർട്ട് 4 ഇങ്ങോട്ടേക്കാണ് വരുന്നത് ഗളിവേഴ്സ് ട്രാവൽസിന്റെ. ഓക്കെ. ഗളിവറിന്റെ ലാസ്റ്റ് വോയേജ് വരുന്നത് അവനിൻസിലേക്കാണ്. ഫസ്റ്റ് വണ്ണാണ് എന്ത് ചെയ്യുന്നത് ലില്ലിപുട്ടിലേക്ക് വരുന്നത്. പിന്നെ നമ്മളിപ്പോ പറഞ്ഞ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ബ്രോഡ് ബിൻഡാങ് എന്ന് പറഞ്ഞ ഡിൻഡാങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നത് സെക്കൻഡ് ആയിട്ടുള്ള വോയേജ് ആണ്. ഓക്കെ. ലക്കുട്ടയിലേക്കാണ് എന്ത് ചെയ്യുന്നത് തേർഡ് വോയേജ് വരുന്നത്. ഇൻ ഗളിവേഴ്സ് ട്രാവൽസ് Stradbrooks are people who know black magic. Peoples are artisans. They lack common sense. People exempt from natural death. Stradbrooks എന്ന് പറയുന്ന ആളുകള് അല്ല, അല്ല, പീപ്പിൾ എക്സെപ്റ്റ് ഫ്രം നാച്ചുറൽ ഡെത്ത്. ഇവർക്ക് എന്തില്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡെത്ത് ഉണ്ടാവില്ല, അതിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്യപ്പെട്ട ആളുകളാണ്. വിച്ച് പോയറ്റ് റോട്ട് ദിസ് ലൈൻ? മൈ ലവ് ഇസ് ലൈക്ക് എ റെഡ് റെഡ് റോസ്. ജോൺ ഡൺ അല്ല, റോബർട്ട് ബേൺസിന്റെ ഫേമസ് ആയിട്ടുള്ള ലൈൻസ് ആണ് എന്തെന്ന് പറയുന്നത് മൈ ലവ് ഇസ് ലൈക്ക് എ റെഡ് റെഡ് റോസ് എന്ന് പറയുന്നത്. ഓക്കെ. സിൽസ് ആർ ദ സ്പിരിറ്റ് ഓഫ് എയർ, എർത്ത്, സ്പേസ്, മാജിക്. എർത്ത് അല്ല, എയർ ആണ് ആൻസർ. നമുക്കറിയാം സിൽഫ്സ് നമുക്ക് എന്ത് ചെയ്യാം റേപ്പ് ഓഫ് ദ ലോക്കില് പിന്നെ ഷേക്സ്പിയറിന്റെ പ്ലേസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സിൽഫ്സിന്റെ പ്രസൻസ്. സിൽഫ്സ് ആർ ദ സ്പിരിറ്റ് ഓഫ് എയർ ആണ്. ഓക്കെ. In the late 17th century, a battle of books erupted between which two groups? The champions for ancient and modern learning, the monarchs of England, the church authorities, modern language tradition and ancient tradition. അല്ല, ലാംഗ്വേജിന്റെ ട്രഡീഷൻ അല്ല, ചാമ്പ്യൻസ് ഫോർ ancient and modern learning ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്ന ആൻസർ. Which of the descriptions is not applicable to Pope's The Rape of the Lock? A mock heroic poem written in heroic couplets. This is Pope's tribute to Queen Anne, produced in 2 versions consisting of 2 and 5 cantos. ഇതെന്താണ് ക്യൂ അന്നെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഇത് ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. ഇതൊരു മോക്ക് ഹീറോയിക് എപ്പിക്ക് ശരിയാണ്, ഹീറോയിക് കപ്ലറ്റ്സിലുമാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു എന്ത് ചെയ്തിട്ടുണ്ട് ഇനീഷ്യലി 2 കാൻറ്റോസിലാണ് എന്ത് ചെയ്തത് പബ്ലിഷ് ചെയ്യുന്നത്, പിന്നീട് 5 കാൻറ്റോസിലും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. Was the last monarch of Stuart dynasty? Elizabeth I, James I, James II, Queen Anne. Option D. Yes, Queen Anne ആണ് ലാസ്റ്റ് monarch. Stuart dynasty-ന്റെ ലാസ്റ്റ് Queen എന്ന് പറയുന്നത്. Members of the Scriblerus Club, including Pope, Swift, Arbuthnot, wrote Memoirs of Martinus Scriblerus, Memoirs of Pope, Swift and others, Final Draft, the revised memoir. അല്ല, ഓപ്ഷൻ ഡി അല്ല ആൻസർ. മെമ്മോയർസ് ഓഫ് മാർട്ടിനസ് സ്ക്രിബ്ലേറസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇത്ര ആളുകൾ ചേർന്നിട്ട് പോപ്പും ജൊനാഥൻ സ്വിഫ്റ്റും ആർബത്നോട്ടും ഒക്കെ കൂടി എഴുതിയിട്ടുള്ളത് ഈ ഒരു മെമ്മോയർ ആണ്. ഓക്കെ.
In Gulliver's Travels, which of the following ideas is not a product of the Academy of Legato? A random sentence generating machine, a digestible dictionary written on a wafer, both A and B. None of that is not a product ആണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. അപ്പം റാൻഡം സെന്റൻസ് ജനറേറ്റിംഗ് മെഷീൻ ആണ് ഇവിടെ ആൻസർ. അപ്പം നോട്ട് അല്ലാത്തത് ഇവിടെ എ ഡൈജസ്റ്റബിൾ ഡിക്ഷണറി റിട്ടേൺ ഓൺ എ വേഫർ ആണ്. ഓക്കെ.